ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഗോതമ്പ് പൊടി വെച്ച് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ദോശയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റായിട്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ദോശ ബാറ്റർ ഉണ്ടാക്കാനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും സവാളയും തക്കാളിയും പച്ചമുളകും വേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കുറച്ച് വേപ്പിലയും കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ വിസ്ക് വെച്ച് നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 കപ്പ് ആട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആട്ടയ്ക്ക് പകരം നമുക്ക് മൈദ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ആട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ തിക്കായി പോകാതെ കുറച്ചൊരു ലൂസാക്കിയിട്ട് വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് പാൻ ചൂടാക്കി ഓരോ ദോശയായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് എഗ്ഗെല്ലാം ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി വന്നോളും. ഇപ്പോൾ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓയിലോ ഗീയോ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടെ ഒന്ന് നന്നായി മൊരിഞ്ഞ് വരണം. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു ചേഞ്ചിന് റെഡിയാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. കറികളൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ബാക്ക് സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഓരോ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. ഈ ദോശ ഇതുപോലെ തന്നെ നന്നായി തന്നെ മൊരിയിച്ചെടുത്ത് നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ലഭിക്കുന്നത്. ദോശയെല്ലാം റെഡിയായ ശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ദോശ നമുക്ക് കറികളൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്